Voice of Marketing, in touch with positive people. കസ്റ്റമർ ബിഹേവിയർ. ഒരു കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം, ഇതുപോലെ ഒരു സ്മൈല് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇന്ന് പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്താണെന്നറിയാമോ? ഒന്ന് പുഞ്ചിരിച്ചാൽ തീരുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ചിരിക്കാനുള്ള മനസ്സ് കാണിക്കില്ല. ആ ആറ്റിറ്റ്യൂഡ് ചിലരെങ്കിലും ഡെവലപ്പ് ചെയ്യാത്തവരുണ്ട്. എങ്കിലത് തുറന്നു പറയട്ടെ, ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും മനുഷ്യരെ കാണുമ്പോൾ ഹൃദയം തുറന്ന് ഉള്ളു തുറന്ന് ഒന്ന് സ്മൈല് ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ചില മനുഷ്യര്, നമ്മുടെ കൂട്ടത്തിലുള്ളവർ അല്ലെങ്കിൽ സുഹൃത്തുക്കള്, റിലേറ്റീവ്സ് ഒരു പ്രോബ്ലമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും. എന്തായിട്ടാ? ഒരു പ്രോബ്ലം. നമ്മളൊരു പ്രോബ്ലത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഒരു പ്രോബ്ലം അയാൾക്കുണ്ടല്ലോ, യെസ്, ആദ്യം എന്ത് ചെയ്യണം? ആ പ്രോബ്ലത്തെ ലിസൺ ചെയ്യണം. എന്ത് ചെയ്യണം? ലിസൺ ചെയ്യണം. കേൾക്കണ്ടേ? അയാൾ പറഞ്ഞ് ഒരു 3 വാക്ക് പറയുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് പറയണം, എനിക്കറിയാം എന്താ പറയുന്നത്, നീ ഇങ്ങനെ വന്ന് ചാടുമെന്ന് എനിക്കറിയാമായിരുന്നു, നീ അത് ഗുണം വരുത്തില്ലാന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു, ഞാൻ ഇതൊക്കെ അറിഞ്ഞു വെച്ചതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിച്ചത്, നീ ആ പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുന്ന എനിക്കറിയാമായിരുന്നു. അയാളുടെ മനസ്സ് തളർന്നു പോയില്ലേ? എന്തിനാണ് അയാൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത്, നിങ്ങളെ കോൾ ചെയ്തത്, നിങ്ങളെ നേരിട്ട് വന്ന് കണ്ടത്? അയാളുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങൾ കൊടുക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീയിലേക്ക് എന്താ ചെയ്തത്? കുറച്ചുകൂടി നെയ്യ് ഒഴിക്കാന്ന് വെച്ചാൽ ആളിക്കത്തും അല്ലേ? എന്തിനാണ് അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്? പരിഹാരം നിർദ്ദേശിക്കാനാണ്. അതിന് പകരം അത് ലിസൺ ചെയ്യാതെ, ആ പ്രോബ്ലത്തെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിന് അങ്ങനെ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമറിന് അങ്ങനെ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന എനിക്ക് കസ്റ്റമറിൽ നിന്നും അങ്ങനെ ഒരു പ്രശ്നം വന്നു, അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അത് ചെയ്തു, ഇനി എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതിന് പകരം അദ്ദേഹം പറയുന്ന വാക്കുകൾ ലിസൺ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ലിസൺ, കേൾക്കുക. ഇന്ന് ഈ ലോകത്ത് കേൾക്കാൻ ആൾക്കാരില്ലാത്ത നിങ്ങൾക്കറിയോ? ഒരു പ്രോബ്ലം പറഞ്ഞാൽ അത് വളരെ ഫേസിൽ നോക്കിയിരുന്ന് അത് പൂർണ്ണമായിട്ടും കേൾക്കുക ആദ്യം, അതിനുശേഷം അത് അക്സെപ്റ്റ് ചെയ്യുക, അത് സ്വീകരിക്കുക. യെസ്, അങ്ങനൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്, എൻ്റെ പ്രശ്നം കൊണ്ടാണ് വന്നതെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യല്ല, അത് നെഗ്ലക്റ്റ് ചെയ്യല്ല, അത് എൻ്റെ പ്രശ്നമല്ല എന്ന് പറയല്ല. മിസ്റ്റേക്കുകൾ എല്ലാവർക്കും വരും. ആ മിസ്റ്റേക്കുകൾ ആദ്യം ലിസൺ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, അതിന് എന്ത് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ പറ്റും. ചില കസ്റ്റമറൊക്കെ ചുട്ടുപഴുത്ത ഇരുമ്പിൻ്റെ തീവ്രതയോടുകൂടി ആരെ മീറ്റ് ചെയ്താലും എങ്ങനെയാണ് വരുന്നേ? ചുട്ടുപഴുത്ത ചുവന്നിരിക്കുന്ന ഇരുമ്പിൻ്റെ തീവ്രതയോടുകൂടിയുള്ള ദേഷ്യത്തോടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സാറിൻ്റെ പ്രശ്നം എന്താണ്? ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് ചിലപ്പോൾ സംസാരിക്കും. സ്മൈലോടുകൂടി, സ്നേഹത്തോടുകൂടി കേട്ടിരിക്കുക. എത്ര കത്തിജ്വലിക്കുന്ന തീയിനെയും ശമിപ്പിക്കാൻ എന്തിനു സാധിക്കും? നമ്മളുടെ സ്മൈൽ എന്ന നല്ല പെരുമാറ്റം എന്ന പച്ച വെള്ളത്തിന് സാധിക്കും. അതിന് നമുക്കുണ്ടാകേണ്ട പെരുമാറ്റ രീതി എന്താണ്? സ്മൈൽ, നല്ല പെരുമാറ്റം, സംയമനം പാലിക്കാൻ സാധിക്കണം, ക്ഷമിക്കാൻ സാധിക്കണം. എന്ത് പറഞ്ഞാലും കേൾക്കാനും ലിസൺ ചെയ്യാനും അയാളെ അക്സെപ്റ്റ് ചെയ്യാനും ഉള്ള മനസാന്നിധ്യത്തിലേക്ക് വരുമ്പോഴാണ് ഒരു ബിസിനസ്സുകാരൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു നിമിഷത്തെ ഫീലിംഗ് കൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ പ്രവർത്തിച്ചു പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ആ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു പോയാൽ അത് വലിയ പ്രശ്നത്തിലേക്കും ഇഷ്യൂയിലേക്കും വരും. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഇൻ ഷോർട്ട്, ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മുടെ അടുത്തേക്ക് വരുന്നവരുടെ അടുത്ത് അവർ ചെയ്തു വെച്ച കാര്യത്തെ ക്രിട്ടിസൈസ് ചെയ്യാതെ, അവർ ചെയ്തു വെച്ച കാര്യത്തെ അനലൈസ് ചെയ്യാതെ, അത് അവർക്കങ്ങനെ സംഭവിച്ചു പോയി,
അത് അക്സെപ്റ്റ് ചെയ്യുക. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുകയാണ് വേണ്ടത്. അതിന് ഈ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്മൈലിംഗ് ഒരു ആർട്ടാണ്, ഫേസിന്റെ ഒരു ആർട്ടാണ് സ്മൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആർട്ടിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. നിങ്ങൾക്ക് എങ്ങനെ മനോഹരമായി ചിരിക്കാമെന്ന് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആർക്ക് വേണമെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു നോക്കാം. നിങ്ങൾ ചിരിക്കാൻ ശ്രമിക്കൂ, സന്തോഷിക്കാൻ ശ്രമിക്കൂ. അത് ജീവിതത്തിന് പുതിയൊരു മുഖം നിങ്ങൾക്ക് തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സക്സസ്സിലേക്കുള്ള, നിങ്ങളുടെ ഉയർച്ചയിലേക്കുള്ള, വളർച്ചയിലേക്കുള്ള ഒരു മാനദണ്ഡം തന്നെയാണ്. ഞാൻ പലപ്പോഴും പല അവസ്ഥകളിൽ വെച്ച് പലരെയും പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. ചിലർക്ക് എത്ര വിചാരിച്ചാലും ചിരിക്കാൻ സാധിക്കില്ല. അത് ഒരു പക്ഷേ കുടുംബ സാഹചര്യങ്ങൾ, അവർ വളർന്നു വന്ന അവസ്ഥകൾ, അങ്ങനെ പലതും ഉണ്ടാകാം. അവരുടെ ചിലർ, നമ്മൾ സുഹൃത്തുക്കളായാലും ചിലരെ മീറ്റ് ചെയ്താൽ സന്തോഷത്തോടെ ഇങ്ങനെ പല്ല് കാട്ടി ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഏത് സുഹൃത്തിനെ എവിടെ വെച്ച് കണ്ടാലും നന്നായിട്ട് സ്മൈല് ചെയ്യാൻ സാധിക്കണം. കസ്റ്റമർ റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ, നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ സ്മൈല് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ചെയ്യും. ഏത് പ്രശ്നക്കാരനായ വ്യക്തിയെയും തണുപ്പിക്കാൻ, ഞാൻ ആദ്യം പറഞ്ഞ ഐസ് കട്ടയാക്കി മാറ്റാൻ ഈ സ്മൈലിന് സാധിക്കും. ഈ നല്ല പെരുമാറ്റത്തിന് സാധിക്കും. നല്ല പെരുമാറ്റം കൊണ്ടും സ്മൈല് കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടും അതിന് ചേർന്ന ബോഡി ലാംഗ്വേജ് കൊണ്ടും ഒക്കെ തന്നെയാണ് ഒരു മനുഷ്യ ഹൃദയത്തിലേക്ക്, മറ്റൊരു മനുഷ്യനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ ബിസിനസ്സിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും സ്മൈല് എന്ന് പറയുന്ന ആ ആറ്റിറ്റ്യൂഡ് അത് കൊണ്ടു നടക്കുന്നത് നന്നായിരിക്കും. പല സാഹചര്യങ്ങളിൽ വരുന്ന വ്യക്തികൾക്കനുസരിച്ച് ചിലപ്പോൾ അവർക്ക് അവരുടെ കുടുംബ അവസ്ഥകൾ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ചിന്തകളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചിരിക്കാൻ മറന്നുപോയവരുണ്ടാവാം. എപ്പോഴും ദുഃഖം ഘനീഭവിച്ച് മാത്രം നിൽക്കുന്ന മുഖങ്ങളുണ്ടാകാം. ഒന്ന് ശ്രമിച്ചു നോക്കൂ. അവരെ നമ്മൾ നല്ലത് പറഞ്ഞ്, ആരെയും കളിയാക്കാതെ നല്ലത് പറഞ്ഞ് ഒന്ന് പുഞ്ചിരിപ്പിക്കാൻ ശീലിക്കൂ. അത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നിമിഷം ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈ നിമിഷം, ഈ മോമെൻ്റ് ആസ്വദിച്ച് അത് എനർജറ്റിക്കായിട്ട് കൈകാര്യം ചെയ്യാൻ. എങ്ങനെയാണ് എനർജറ്റിക്കായിട്ട് ഒരു ദിവസത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുക? പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. നല്ല ചിന്തകൾ മനസ്സിൽ ആവേശം പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജീവിതത്തെ ഒരു ആവേശമായി കണ്ട് ഒരു വെട്ട് രണ്ട് കഷ്ണം എന്നുള്ള ചിന്ത മാറ്റി എന്ത് കാര്യങ്ങളെക്കുറിച്ചും കുറച്ചുകൂടി സന്തോഷത്തോടെ ചിന്തിക്കാനുള്ള ഒരു മനസാന്നിധ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഓപ്പണായിട്ട് പറയുകയാണ്, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ഇടം കണ്ടെത്തുക. വളരെ ഓപ്പണായ സ്പേസിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയെന്ന് നിങ്ങൾക്ക് കുറച്ച് ഉറക്കെ, നിങ്ങൾക്ക് കേൾക്കാവുന്ന സംസാരത്തിൽ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാനിപ്പോൾ ചെയ്യുന്നത് നല്ലതല്ലേ? അതിനെക്കുറിച്ച് ഒരു അനലൈസേഷൻ സ്വയം വിലയിരുത്തി മുന്നോട്ടുള്ള യാത്രകൾ ഭംഗിയായിട്ട് നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ചാനലായ വോയിസ് ഓഫ് മാർക്കറ്റിംഗ് എന്തുകൊണ്ടാണ് സ്മൈലിങ്ങിന് ഇത്രമാത്രം പ്രാധാന്യത്തോടെ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഒന്നും രണ്ടും പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ അവിടെ ഗുഡ് ബിഹേവിയറും ഒരു സ്മൈലിംഗ് ആറ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കണം. ഒരു വില്ല പ്രോജക്റ്റ് വിൽക്കുകയാണെങ്കിൽ, ഒരു ഫ്ലാറ്റ് വിൽക്കുകയാണെങ്കിൽ, ഇൻഷുറൻസ് സെറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു കാർ സെയിൽ നടത്തുകയാണെങ്കിൽ കസ്റ്റമർ റിലേഷന് അത്ര പ്രാധാന്യമുണ്ട്. അതുപോലെ റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം സ്മൈലോടെ
അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ പ്രോഡക്റ്റുമായി ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരോടുള്ള പെരുമാറ്റം അത് സ്മൈലോടും നല്ല ബോഡി ലാംഗ്വേജും ഉണ്ടായിരിക്കണം. റഫറൽ മാർക്കറ്റിംഗ് ആയിട്ട് നിൽക്കുമ്പോഴും ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ നിങ്ങളൊരു കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും റഫറൽ മാർക്കറ്റിങ്ങിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴും എല്ലായ്പ്പോഴും നമുക്ക് ഒരു സ്മൈൽ ബിഹേവിയർ ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ബിസിനസ് സംരംഭത്തിന് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.